ബൊലോറോ ബ്രേക്ക് കംപ്ലൈൻ്റ് ആയിട്ട് വന്ന കേട്ടോ. നമ്മൾ അഴിച്ചു നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലേ, നമ്മുടെ ഹബിൻ്റെ ഓയിൽ സീലെല്ലാം കൂടെ ചാടിയിട്ട് അതിനകത്തുനിന്ന് ഫുള്ള് ഗ്രീസ് ചാടി ഇതുണ്ടല്ലേ ലൈനറിലോട്ട് മൊത്തം ആയിട്ടുണ്ട് കേട്ടോ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 30,000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ഈ ബൊലോറോയുടെ പാസഞ്ചറിൻ്റെ അതായത് 4 വീലും അഴിച്ച് ഇതുപോലെ നമ്മൾ ഗ്രീസ് ചെയ്യണം കേട്ടോ. സാധാരണ നമ്മുടെ ലോറിക്കൊക്കെ ഗ്രീസ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഇതുണ്ടല്ലേ, ഒരു ടേപ്പർ ബെയറിങ് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഇതിനകത്ത് ഫുള്ള് നമ്മൾ ഗ്രീസ് നിറച്ച് ഇതുണ്ടല്ലേ, ഈ ഹബിനകത്തെല്ലാം ഫുള്ള് ഗ്രീസാക്കി ഇതുണ്ടല്ലേ ഈ ഒരു ഓയിൽ സീലൊക്കെ മാറിയാണ് നമ്മൾ കയറ്റാറുള്ളത്. കാരണം വെച്ചാൽ ഇത് മാറാതെ ഇങ്ങനെ ഇട്ട് ഓടിച്ച് പഴുപ്പിച്ച് ചൂടായി ഈ ഗ്രീസ് എല്ലാം കൂടി ഉരുകി ഈ ഓയിൽ സീലെല്ലാം കൂടി ഇതുണ്ടല്ലേ ഈ ഒരു ഭാഗത്ത് കിടന്ന് തേഞ്ഞ് ആ ഓയിൽ സീലിൻ്റെ കണ്ടീഷൻ മോശമായിട്ട് ആ ഗ്രീസ് എല്ലാം കൂടി ഉരുകി ഓയിൽ പരുവത്തിലായി ഈ ലൈനറിനകത്തേക്ക് മൊത്തം ഇറങ്ങും കേട്ടോ. എന്നിട്ട് ഈ ഡ്രമ്മേലൊക്കെ മൊത്തം പറ്റി പിടിച്ച് നമ്മൾ ചവിട്ടിയാൽ നിൽക്കാത്തൊരവസ്ഥ വരും. അതായത് ഏതെങ്കിലും ഒരു സൈഡ് പോയിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് വലിച്ചു മാറ്റാനുള്ള ചാൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. വലിയൊരു അപകടത്തിലേക്ക് തന്നെ നിങ്ങളെ അത് എത്തിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വണ്ടി സർവീസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടൊരു 30,000 കിലോമീറ്ററൊക്കെ ആവുന്ന സമയത്ത് 4 വീലിലും ഇതുപോലെ തന്നെ ഗ്രീസ് കാര്യങ്ങളെല്ലാം ചെയ്യുക കേട്ടോ. അത് മറക്കാതെ തന്നെ ചെയ്യുക. രണ്ടാമത് പിന്നെ നമ്മൾ സാധാരണ സർവീസ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം 4 വീലും ഒന്ന് അഴിച്ച് അതിന് ബ്രേക്ക് കണ്ടീഷനെ കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ബ്രേക്ക് ബാക്കിലത്തെ സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ സെറ്റ് ചെയ്യുക. ഫ്രണ്ട് ബ്രേക്ക് പാഡ് തീർന്നിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്ക് പാഡായിട്ട് മാറുക. അതിൻ്റെ കാലിപ്പർ സ്റ്റക്കായിട്ട് ഒരു സൈഡ് മാത്രം തീരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാലിപ്പർ സ്റ്റക്ക് കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കറക്റ്റ് സർവീസിൽ എല്ലാവരും വണ്ടി ഉപയോഗിക്കുക കേട്ടോ. അപ്പം ഇതുപോലത്തെ മെക്കാനിക്കൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്നും മറക്കാതെ തന്നെ ഒന്ന് ഫോളോ ചെയ്തേക്ക് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്തേക്ക് കേട്ടോ. അപ്പം വെറൈറ്റി വീഡിയോ കാണാം. ബൈ.